രോഗികളും അനാഥരും ആലംബഹീനരുമായ അനേകർക്ക് അത്താണിയായി മാറിയവനാണ് ദൈവപുത്രൻ. അവന്റെ സാന്നിധ്യം പോലും അനേകായിരം ആത്മാക്കൾക്ക് ആശ്വാസമായി മാറി. തന്റെ ജീവിതം പകുത്തു നൽകുവാൻ പോന്ന നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ അവിടുന്ന് എല്ലാവർക്കും എല്ലാമായി മാറി. മനുഷ്യനായി പിറന്നുവീണ് മനുഷ്യനായി മരണത്തെ പുൽകിയ ഈശോ സകല മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന കറയറ്റ കരുണയുടെ ആൾ രൂപമായി മാറുകയായിരുന്നു. പിന്നീടിങ്ങോട്ട് ആ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അനേക ദശലക്ഷം ശുശ്രൂഷകർ, അവർ ഓരോരുത്തരും തങ്ങളുടെ തീരുമാനത്തിലൂടെ, മാതൃകയിലൂടെ മറ്റൊരു ക്രിസ്തുവായി തീരുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ ഈ ലോകത്തിനു മുന്നിൽ അദ്വിതീയനായ ഒരാത്മീയ പ്രതിഭയാണ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാതൃക കൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു മുന്നേറുന്ന അദ്ദേഹം സവിശേഷമായ തേജസ്സോടെ നമുക്കിടയിൽ ജീവിക്കുന്നു. MCBS സഭാംഗമായ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ താൻ രൂപീകരിച്ച ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന സമാനതകളില്ലാത്ത കൂട്ടായ്മയിലൂടെ ഇന്ന് ലോകപ്രശസ്തനാണ്. ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെ വിശുദ്ധിയോടെ നീങ്ങുവാൻ തന്നെ സഹായിച്ച കുടുംബാംഗങ്ങളെ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഒരു യഥാർത്ഥ പ്രേക്ഷിതനായി ഉയർന്നുവരുന്ന ഓരോ വ്യക്തിക്കും പിന്നിൽ ദൈവനിയോഗിതമായ ഒരു കുടുംബ സാഹചര്യവും ഉണ്ടാകുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചന് ദൈവം നൽകിയ തിരിച്ചറിവുകൾ അതേ തീഷ്ണതയോടെ സ്വീകരിക്കുവാൻ അനേകർ മനസ്സായി മുന്നോട്ടു വരുന്നു. നിസ്വാർത്ഥവും തികവുള്ളതുമായ അച്ഛന്റെ സ്നേഹമാതൃകയാണ് മിക്കവരെയും ഈ സേവന മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുൾപ്പെടെയുള്ള ഏറെ പേരുടെ സേവന സന്നദ്ധത ഈ ശുശ്രൂഷ മേഖലയ്ക്ക് പിന്നിലെ ശക്തമായ ദൈവേഷ്ടത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. തികച്ചും ഐതിഹാസികവും ചരിത്രപരവുമായ ഒരു തീരുമാനം തന്നെയായിരുന്നു ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന വ്യത്യസ്തമായ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. തികച്ചും ദൈവികമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാഹസികമായ ആ തീരുമാനം കൈക്കൊണ്ട ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ അനന്യമായ ഒരു ദൈവിക പദ്ധതിയുടെ പങ്കാളിയായി തീരുകയായിരുന്നു. അതേ തുടർന്ന് ആകാശപ്പറവകൾക്ക് കൂടൊരുക്കുവാനായി, അച്ഛന്റെ കരങ്ങൾക്ക് ശക്തി പകരുവാനായി സവിശേഷമായ മറ്റൊരു സമൂഹത്തിനും ദൈവം അച്ഛനിലൂടെ രൂപം നൽകി. 1983 രാജസ്ഥാനിൽ വെച്ച് ആകാശപ്പറവകൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് രൂപം നൽകാൻ പോവുകയാണ് എന്ന് വെളിപ്പെടുത്തി ഈശോ 1993 ഓഗസ്റ്റ് 6 തിരുവനന്തപുരം വെട്ടുകാട് വെച്ച് ഈ ശുശ്രൂഷകരുടെ കൂട്ടായ്മയായി ആകാശപ്പറവകളും അവരുടെ കൂട്ടായ്മയുമായി ആകാശപ്പറവകളുടെ കൂട്ടുകാരെന്ന പ്രസ്ഥാനത്തിന് 1991 ഓഗസ്റ്റ് 6 തിരുവനന്തപുരം വെട്ടുകാട് വെച്ച് ജന്മം നൽകി. ആകാശപ്പറവകളുടെ ശുശ്രൂഷയിൽ നിന്നും ജീവിതം മുഴുവനും ബ്രഹ്മചാരികളും കന്യകളുമായി സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പിത സമൂഹമായി 1997 ഡിസംബർ 25
ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടിയുടെ പുത്രിമാരുടെ സമൂഹവും 98 ഏപ്രിൽ മാസത്തിൽ പെന്തക്കോസ്ത തപസ്സയോട് ചേർന്ന് ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടിയുടെ പുത്രന്മാരുടെ സന്യാസ സമൂഹവും അവിടുന്ന് രൂപപ്പെടുത്തി. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ സവിശേഷമായ താപസ ജീവിത ശൈലിയും സ്വയം മറന്നുള്ള സേവന മനോഭാവവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം രൂപം കൊണ്ടത്. മറ്റേതൊരു സന്യാസ സമൂഹത്തെക്കാളും ലളിതവും വ്യത്യസ്തവുമാണ് അവരുടെ ശൈലികൾ. ലളിതമായ വസ്ത്രങ്ങൾക്കൊപ്പം അരയിൽ സാധാരണ കയർ ധരിച്ച് നിഷ്പാതുകരായി സഞ്ചരിക്കുകയും അനേകായിരം ആകാശപ്പറവകൾക്ക് അപ്പന്മാരും അമ്മമാരുമായി തീരുകയും ചെയ്യുന്ന ഈ സഹോദരരുടെ സമർപ്പണം വിലയേറിയതാണ്. അങ്ങനെ ഒരു താപസ സമൂഹം ആകാശപ്പറവകളുടെ കൂട്ടുകാരുടെയും ഈ കൂട്ടായ്മയ്ക്ക് ഹൃദയമെന്നതുപോലെ ദൈവം ദാനം ചെയ്തു. അവരുടെ പ്രാർത്ഥനയും അവരുടെ തപസ്സും അവരുടെ പരിത്യാഗം നിറഞ്ഞ ജീവിതവും FBA പ്രവർത്തകരുടെയും ആശപ്പറവകളായ മക്കളുടെയും വിശുദ്ധീകരണത്തിന് കാരണമാകുവാൻ വേണ്ടി ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാകുന്നു എന്ന ഈശോയുടെ സ്നേഹവാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ദൈവമല്ലാതെ ഒന്നും സ്വന്തമില്ലാത്ത ദൈനംദിനം ദൈവപരിപാലനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ ദിവ്യകാരുണ്യ ആകാശപ്പറവകൾ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹങ്ങൾ തിരുസഭയ്ക്കും ആകാശപ്പറവകൾക്കും ദൈവം നൽകിയ വലിയ ദാനമാണ്. ഈ മക്കളും അവരുടെ ശുശ്രൂഷയുടെ മണ്ഡലവും വിശുദ്ധമാണ്. ഇത് ദിവ്യകാരുണ്യ ശുശ്രൂഷയാണ് എന്നതുകൊണ്ട് പിതാവായ മോശയോട് കർത്താവ് പറഞ്ഞ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന വാക്ക് ദൈവവചനത്തെ ധ്യാനിച്ച് ഇവർ നിഷ്പാതുകരായി ചെരുപ്പുകൾ ഉപയോഗിക്കാതെ ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്തു. അവഗണനയാലും തിരസ്കരണത്താലും അവഹേളനത്താലും ഘട്ടപ്പെട്ട ഇവരെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റാൻ വേണ്ടി ആകാശപ്പറവകളുടെ കൂട്ടുകാരുടെ ഈ കൂട്ടായ്മയ്ക്ക് ശക്തി ലഭിക്കുവാൻ അവർ കയറ് കൊണ്ടുള്ള അരക്കെട്ട് അണിയുന്നവരായി മാറി. ബന്ധനങ്ങൾ അഴിക്കാനുള്ള ശക്തി ഈശോയെ പ്രതി സ്വീകരിക്കുന്ന പരിത്യാഗപൂർണമായ ബന്ധനങ്ങൾ ആണ് എന്ന തിരിച്ചറിവാണ് അവരെ ഇതിനായി പ്രേരിപ്പിച്ചത്. ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം പൂർണ്ണമായും തെരുവിലലയുന്ന രോഗികളും നിരാലംബരുമായ ആത്മാക്കൾക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കൊപ്പം ആകാശപ്പറവകളുടെ അപ്പന്മാരും അമ്മമാരുമാകുവാൻ തീരുമാനമെടുത്ത് ഒരു ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ജീവിക്കുന്ന അനേകരായ ആത്മായരുമുണ്ട്.
ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള 100-ലേറെ സ്നേഹഭവനങ്ങളിലൂടെ ഇത്തരത്തിൽ 100 ശുശ്രൂഷകർ പ്രവർത്തന നിരതരാണ്. 10,000-ലേറെ വരുന്ന ആകാശപ്പറവകൾക്ക് അവരെല്ലാം മാതാപിതാക്കളാണ്. ബ്രഹ്മചര്യവും കന്യാത്വവും വന്ധ്യത്വമല്ല, പിന്നെയോ കർത്താവിൻ്റെ മണവാട്ടികളായി തിരുസഭയിൽ ദൈവമക്കൾക്ക് ജന്മം നൽകാനുള്ള വിളിയാണ് എന്ന തിരിച്ചറിവിൽ ആകാശപ്പറവുകളുടെ ഈ കൂട്ടായ്മയിലെ പുരുഷന്മാരായ അൽമായ പ്രേക്ഷിതരും സമർപ്പിതരായ പുരുഷന്മാരും വൈദികരും എല്ലാം അപ്പന്മാർ എന്നാണ് വിളിക്കപ്പെടുക. സ്ത്രീകളായ സമർപ്പിതരും അൽമായ പ്രേക്ഷിതരും അമ്മമാരെന്നാണ് വിളിക്കപ്പെടുക. സ്ഥാപന നിബദ്ധമായ ഒരു ശുശ്രൂഷ ഇവരെ അന്യവൽക്കരിക്കുമെന്നതുകൊണ്ട്, ഇവർക്ക് മതിയാകാത്തത് ആയതുകൊണ്ട് ഓരോ ആശ്രമവും ഒരു കൂട്ടുകുടുംബം എന്ന ദൈവീക സങ്കല്പത്തിൽ, ആദർശത്തിൽ അൽമായരും സമർപ്പിതരുമെല്ലാം ഈ മക്കൾക്ക് അപ്പനും അമ്മയുമായി തീരുമ്പോൾ, ഞാൻ ഓർക്കുന്നു ജമ്മുവിലെ അക്കന്നൂരുള്ള കുഞ്ഞുങ്ങൾ, അവർ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സഹപാഠികൾ അവരുടെ ഡാഡിയെയും മമ്മിയെയും കുറിച്ച് അവരുടെ പേര് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡാഡിയല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് എത്ര ഡാഡിമാരുണ്ടെന്നറിയാമോ? നിങ്ങൾക്കൊരു മമ്മിയല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് എത്ര മമ്മിമാരുണ്ടെന്നറിയാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെവിടെ എത്ര ആശ്രമങ്ങളുണ്ടായാലും എബ്ബിയയ്ക്കെന്നും ആശ്രമം ഒന്നേ ഉള്ളൂ. എല്ലാ ആശ്രമങ്ങളും ഒരൊറ്റ ആശ്രമത്തിൻ്റെ പല മുറികളാണ്. അതുകൊണ്ട് ഓരോ ആശ്രമത്തിലെയും മകനും മകൾക്കും അവരുടെ സ്വന്തമാണ് ലോകത്തിലെവിടെയുമുള്ള എല്ലാ ആശ്രമങ്ങളും. ലോകത്തിലെവിടെയുമുള്ള അൽമായരും സമർപ്പിതരും വൈദികരുമായ ആകാശപ്പറവ കൂട്ടുകാർ ഓരോ ആകാശപ്പറവയ്ക്കും അപ്പനും അമ്മയുമാണ്. തികഞ്ഞ അനാഥത്വത്തിൻ്റെ ഇരുണ്ട നാളുകളിൽ നിന്ന് വരുന്നവരെങ്കിലും ഈ സ്നേഹഭവനങ്ങളിൽ വസിക്കുന്നവരാരും ഇന്ന് അനാഥരല്ല. ആകാശപ്പറവകളുടെ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കപ്പെടുന്ന നിസ്വാർത്ഥ സ്നേഹവും ഓരോ അന്തേവാസികളുടെയും ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന സുവിശേഷ സന്ദേശങ്ങളും അവരെ അനാഥത്വത്തിൻ്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. പലവിധ കലുഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരെങ്കിലും വചനം അവരിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത്ഭുതാവഹമെന്ന് അച്ഛൻ ഓർമ്മിക്കുന്നു. തെരുവിൽ നിന്നൊക്കെ ലഭിക്കുന്ന സ്ത്രീകളിൽ ചിലർ ഗർഭിണികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ നമ്മുടെ ഭവനത്തിൽ തന്നെ അവർ പിറന്നു വീഴുന്നു. ഈ കൂട്ടുകുടുംബത്തിന് തന്നെ മക്കളായി അവരുടെ അമ്മയോടൊപ്പം അവർ വളരുന്നു. അനാഥത്വത്തിൻ്റെ ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല. ഞാൻ ഓർക്കുന്നു, തൃശ്ശൂർ സെൻറ്റ് മേരീസ് ഓർഫണയിലെ യുവാക്കന്മാർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനം നടത്തിയപ്പോൾ, ആ കരിസ്മാറ്റിക് ധ്യാനം നടത്തിയപ്പോൾ ധ്യാനം കഴിഞ്ഞ യുവാക്കന്മാർ പറഞ്ഞു, ഈ ഭവനത്തിൻ്റെ പേര് മാറ്റണം. ഞാൻ ചോദിച്ചു, എന്താണ് മാറ്റേണ്ടത്? അനാഥ മന്ദിരമെന്ന്. എന്തുകൊണ്ട്? ഇപ്പോൾ ഞങ്ങൾക്ക് ഈശോയെ ഈ ധ്യാനത്തിലൂടെ സുവിശേഷം ഞങ്ങൾ കേട്ടപ്പോൾ, സുവിശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ നാഥനായ ഈശോയെ കിട്ടി.
ഞങ്ങളിനിയും അനാഥരല്ല, ഈശോ എന്ന നാഥൻ ഉള്ളവരാണ്. ഞങ്ങളിനി അഗതികളല്ല, ഞാനാണ് വഴി, ഞാനാണ് ഗതി എന്ന് പറഞ്ഞ് ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിനാൽ ഞങ്ങൾ അഗതികളല്ല, അതിനാൽ ഞങ്ങൾ ഈ ഭവനം അനാഥ മന്ദിരവുമല്ല. ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഇന്ന് ഭാരതത്തിലെമ്പാടുമായി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ 117 ഭവനങ്ങൾ ആകാശപ്പറവകൾക്കുണ്ട്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഈ ഭവനത്തിലൂടെ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള ആത്മാക്കൾ അനേകായിരങ്ങളാണ്. അനാഥത്വത്തിൻ്റെ കൂരിരുട്ടിൽ അവസാനിക്കുമായിരുന്ന അവരെ സത്യവെളിച്ചത്തിലേക്ക് നയിച്ച ഈ ശുശ്രൂഷകരുടെയും അവരുടെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെയും ശുശ്രൂഷ ഏറെ മഹത്തരമാണ്. ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി എബിഐയുടെ നേരിട്ടും എക്ലേസിയൽ കമ്മിറ്റിയുടെ നേരിട്ടുള്ള ചുമതലയിലും മറ്റ് വിവിധ ട്രസ്റ്റിൻ്റെ കീഴിലും വിവിധ സന്യാസ സമൂഹങ്ങളുടെയും വിവിധ രൂപതകളുടെയും ചുമതലയിലും അൽമായ പ്രേക്ഷിതരുടെ കുടുംബങ്ങളിലൊക്കെയായി 117ഓളം ആകാശപ്പറവകളുടെ സ്നേഹ ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. ഏകദേശം 1530 മക്കൾ അവിടെ വളർന്നു വരുന്നു. കൂടാതെ ആശ്രമത്തിലെ സ്നേഹവും ചികിത്സയും ശുശ്രൂഷയും കിട്ടിയപ്പോൾ അവരവരുടെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് അത് നമ്മളുമായി പങ്കുവെച്ച് തിരിച്ച് വീടുകളിൽ എത്തിച്ചേർക്കപ്പെട്ടവർ 3550 പേരുണ്ട്. മരണാസന്നരായും അവശരുമായും തെരുവോരങ്ങളിൽ നിന്ന് ലഭിച്ച വ്യക്തികളും ഇവർ സുഖപ്പെടുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയവരും ഒക്കെ അനേകർ സുഖം പ്രാപിച്ച് വീടുകളിലെത്തിയിട്ടുണ്ട്. മറ്റനേകർ ആകാശപ്പറവ കൂട്ടുകാരുടെ സ്നേഹവും ശുശ്രൂഷയും ആദരവും വാത്സല്യവും സ്വീകരിച്ചും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞും മരണത്തിലൂടെ സ്നേഹം തന്നെയായ ദൈവത്തിൽ വിലയം പ്രാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ ആശ്രമങ്ങളോടെ എടുത്തു കഴിഞ്ഞാൽ 3500 ചെല്ലുവാനും പേര് അങ്ങനെ മരണത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആകാശപ്പറവകളുടെ ശുശ്രൂഷകൾക്ക് തിരിതെളിക്കുവാനായി തൃശ്ശൂരുള്ള ചെന്നായ്പാറയിലെത്തിയ മദർ തെരേസായുടെ വാക്കുകൾ ഇന്നും കുറ്റിക്കലച്ചൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട്. തെരുവിൽ നിന്നും ഏറെ പുണ്യവാന്മാരെയും പുണ്യവതികളെയും കണ്ടെത്തുവാൻ ആകാശപ്പറവകളുടെ കൂട്ടുകാർക്ക് കഴിയട്ടെ എന്ന് അഗതികളുടെ അമ്മ അന്ന് ആശംസിച്ചിരുന്നു. ആ വാക്കുകൾ വെറുതെയായില്ല. തെരുവിൽ കണ്ടെത്തിയ അനേകായിരം ആത്മാക്കളിൽ അനേകർ തങ്ങളുടെ ജീവിത വിശുദ്ധി കൊണ്ട് ശ്രദ്ധ നേടി. മരണശേഷവും ഓർമ്മിക്കപ്പെടുന്ന ചിലർ അവർക്കിടയിലുണ്ട്. അവർ സ്വർഗത്തിലിരുന്ന് ഇന്ന് മാധ്യസ്ഥം വഹിക്കുന്നു. മദർ തെരേസ തൃശ്ശൂർ ചെന്നായിപ്പാറയിൽ 994 ജാനുവരി 18 വന്ന് ദീപം കൊളുത്തി തന്ന് എൻ്റെ കൈകളിലേക്ക് തന്ന് ആദ്യത്തെ ആശ്രമം ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, അച്ഛാ, പുണ്യവാന്മാരെ കൊണ്ട് സ്വർഗം നിറയ്ക്കണം, സഭാമാതാവിന് പുണ്യവാന്മാരെയും പുണ്യവതികളെയും നൽകണം. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ആകാശപ്പുറമുള്ള കൂട്ടുകാർ മുന്നേറുന്നത്. ആന്ധ്രയ്ക്കും ചെന്നൈക്കും ഇടയ്ക്ക് ട്രെയിനിൽ വെച്ച് കിട്ടിയ ശമയോൻ കാഞ്ഞങ്ങാട് സ്നേഹാലയത്തിലാണ് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത്.
ആശ്രമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ചിരിക്കാനറിയായിരുന്ന ശമയോൻ കർത്താവിൻ്റെ ക്രൂശിൻ്റെക്ക് നോക്കി പലപ്പോഴും കൈകൂപ്പി നിൽക്കുമായിരുന്നു. അങ്ങനെ നിന്ന് കരയാനറിയാത്ത, ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിത്തീർന്നു. സ്വന്തം നിക്കറിൻ്റെ ബട്ടൺ പോലും മറ്റുള്ളവർ ഇട്ട് കൊടുക്കണം, വായിൽ നിന്നൊഴുകുന്ന ഈത്ത മറ്റുള്ളവർ തുടച്ചു കൊടുക്കണം. ഇങ്ങനെ മറ്റുള്ളവർ ശുശ്രൂഷ ആവശ്യമുണ്ടായിരുന്ന ശമയൻ തനിക്ക് കുർബാന സ്വീകരിക്കണമെന്ന ആഗ്രഹം വീണ്ടും 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 ആവശ്യപ്പെട്ടപ്പോൾ ശമയോന് കൂദാശകളിലൂടെ അതിനൊരുക്കി വിശുദ്ധ കുർബാന നൽകി. ശമയോൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചോദിക്കുക, അച്ഛാ എപ്പാ കുർബാന? ആരെങ്കിലും തമാശയ്ക്ക് ശമയോനെ അച്ഛാ ഇന്ന് ശമയോന് കുർബാന കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ശമയോൻ കരയും. മരിക്കുന്ന അന്ന് പോലും ശമയോൻ കുർബാനയ്ക്ക് വേണ്ടി ചോദിച്ചു. കുർബാന കൊടുത്തതിന് ശേഷം, സ്വീകരിച്ച ശേഷമാണ് ശമയോൻ മരിച്ചത്. ഇന്ന് ശമയോൻ്റെ കബറിടം ഒരു തീർത്ഥകേന്ദ്രമാണ്. അനേകം ആളുകൾ ശമയോനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വീകരിക്കുന്നു. രണ്ടായിരത്തി 14 ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയി. ഗുരുതരമായ കരൾ രോഗത്തിനടിപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ച ഒരു കാലമായിരുന്നു അത്. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ് ഭൗതികമായ ഒരു തിരിച്ചുവരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഏറെ നാളുകൾ കിടപ്പിലായ അദ്ദേഹത്തെ വലിയൊരു അത്ഭുതത്തിലൂടെ ദിവ്യകാരുണ്യനാഥൻ തിരികെ എത്തിച്ചു. വേദനകളുടെ ആ നാളുകൾ അദ്ദേഹത്തിന് ഏറെ തിരിച്ചറിവുകളും പകർന്നു നൽകി. ദൈവം തിരികെ നൽകിയ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ അദ്ദേഹം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എനിക്ക് മരിച്ച അവനോടുകൂടി ആയിരിക്കണം എന്ന വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട്, കർത്താവേ, ഞാനാകുന്ന ഗോതമ്പ് മണി എബ്ബിയ പ്രവർത്തകരായ വൈദികർക്കും അൽമായ പ്രേക്ഷിതർക്കും സമർപ്പിതർക്കും വേണ്ടി മരണത്തിലൂടെ വീണ് അഴുകുവാൻ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മരണത്തിനായി ഏൽപ്പിച്ച് കാത്തിരുന്ന ദിവസങ്ങൾ. രാവും പകലും ഉറക്കമില്ലായിരുന്നു. ഒരു സ്പൂൺ ഭക്ഷണം പോലും കഴിക്കാൻ സാധ്യമല്ലായിരുന്നു. എന്തെങ്കിലും വായിക്കാനോ എന്തെങ്കിലും പ്രാർത്ഥിക്കുവാനോ ഒന്നും സാധ്യമല്ലായിരുന്നു. ഈശോയുടെ, കരുണയുടെ ഈശോയുടെയും റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ചിത്രങ്ങളിലേക്ക് നോക്കിയിരിക്കാനും കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് അത് ദുരിതരെ ചുംബിക്കുവാനും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ മരണം എണ്ണിക്കഴിഞ്ഞിരുന്ന നാളുകളിൽ 2015 ജാനുവരി 11 എൻ്റെ 65ാം ജന്മദിനത്തിൽ എൻ്റെ സഹപ്രവർത്തകനും സഹോദരനുമായ ബഹുമാനപ്പെട്ട മാത്യു തുണ്ടത്തിൽ അച്ഛനോടൊപ്പം ഞാൻ കസേരയിൽ ഇരുന്ന് കുർബാന അർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, നിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഈ സ്വരം ഉള്ളി കേട്ടപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോ അത് ആവശ്യപ്പെടുന്നു. ദിവ്യബലിയിൽ വിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ സാധാരണ കാഴ്ചവർപ്പണത്തിന് സമയത്ത് പാടുന്ന പാട്ട്, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമയി നിണവുമിത പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളോട് അണയുക നാം അകലേരും ഒന്നായി സന്നിധിയിൽ. ഈ പാട്ട് ഇൻടോൺ ചെയ്തു കൊടുത്തു. എല്ലാവരും കൂടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ, സുഖപ്പെടുത്തപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞത് അങ്ങാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ സുഖപ്പെടുത്തുക. അത് എൻ്റെ തോന്നലാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തേണ്ട. എന്നാൽ
ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്നു. അവിടുന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് എന്നെ സുഖപ്പെടുത്തി. ദൈവസ്വരത്തിന് ചെവി കൊടുത്തുകൊണ്ട് അവിടുന്ന് നയിച്ച വഴിയെ മാത്രം സഞ്ചരിച്ച സമാനതകളില്ലാത്ത ഒരു ശുശ്രൂഷകൻ. ആ ജീവിതം എക്കാലത്തെയും സമർപ്പിതർക്ക് ഒരു പാഠപുസ്തകമാണ്. സേവനപാതയിലേക്കിറങ്ങുന്ന സകലർക്കും മാതൃകയാണ്. പൂർണ്ണമായ സമർപ്പണത്തിലൂടെ നേടിയെടുത്ത അളവുകളില്ലാത്ത കൃപാസമൃദ്ധി ലോകത്തിൽ കരുണയായി ഒഴുക്കുന്ന ഈ അഭിഷിക്തന്റെ ജീവിതം ഇനിയും മുന്നേറുകയാണ്. ഇനിയുമേറെ ആത്മാക്കൾക്ക് സ്വർഗവാതിൽ തുറന്നു കൊടുക്കുവാനായി ഈ കരങ്ങൾക്ക് ശക്തി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.